തമ്മിലുള്ള പ്രണയ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ മലേഷ്യയിലേക്ക് പോയല്ലോ. അവിടെ ചെന്നപ്പോഴും ഞെട്ടലോടെ ഞാൻ ആ കാര്യം അറിയുന്നത്. അരവിന്ദിന്റെ കുട്ടി എന്റെ ഉദരത്തിൽ വളരുന്നു എന്ന സത്യം ഞാൻ നിന്നെ ചൂണ്ടിക്കാണിച്ച് അവനോട് പറയും. അവനോട് മാത്രമല്ല, ഈ ലോകത്തോട് വിളിച്ചു പറയും, നീയാണ് എന്റെ കുട്ടിയുടെ അച്ഛനെന്ന്. ചേച്ചി 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 എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. ആ ചേച്ചി നോണ പറയുന്ന മുഖം കണ്ടാ അറിയാലോ എന്തോ സീരിയസ് ആയ വിഷയം ഉണ്ടെന്ന്. ഒന്നുമില്ലടാ. അല്ല, വിലാസിന് മേടി ഇപ്പൊ അവിടെ ഇല്ലല്ലോ. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ആരും ഒന്നും പറഞ്ഞില്ല. നിനക്ക് വിശക്കുന്നുണ്ടോ? ആഹാരം തരട്ടെ? അത് അച്ഛൻ കൂടി വരട്ടെ. അല്ല, അച്ഛൻ എന്താ താമസിക്കുന്നേ? അത് അച്ഛൻ വരുമ്പോ നീ അച്ഛനോട് തന്നെ ചോദിച്ചാ മതി. എന്നോട് തുറന്നു പറയാൻ പറ്റാത്ത എന്ത് വിഷമമാ ആ ചേച്ചിക്കുള്ളത്? എന്തോ പ്രശ്നമുണ്ട്. അരവിന്ദ്, അടുത്ത കൊട്ടേഷൻ നോട്ടീസ് കൊടുക്കുമ്പോ 5 വർഷം പ്രവർത്തന പരിചയമുള്ള കമ്പനികളിൽ നിന്നും എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം. അല്ലെങ്കിൽ അബദ്ധം ആവർത്തിക്കും. ടെക്സ്റ്റൈൽ മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. ഇതൊന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്തോ. നാരായണ ഇരിക്കും. മോനെ ഇരിക്കെ. സംബന്ധക്കാർക്ക് ഈ വഴിയൊക്കെ അറിയാമോ? എവിടെ മഹേശ്വരി? ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം തന്നെ. ഞാൻ ഒറ്റയ്ക്കാ വന്നത്. മകളെ കെട്ടിച്ചയച്ച വീട്ടിലേക്ക് ഇടയ്ക്കൊന്ന് വരുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. തിരക്കിനിടയിൽ ഏറ്റവും അടുപ്പുള്ളവരെ കാണുന്നതാവും നമ്മൾ മാറ്റിവെക്കാറ്. പരിഭവങ്ങളും പരാതികളും ഉണ്ടാകില്ല എന്ന് ഒരു ന്യായം അതിന് കണ്ടെത്തുകയും ചെയ്യും. ഈ ബന്ധുബലം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ നാരായണ? പണ്ട് രാജകുടുംബങ്ങളിൽ 5 മക്കളുണ്ടെങ്കിൽ 5 പേരെയും വിവാഹം കഴിക്കുന്നത് 5 രാജ്യങ്ങളിൽ നിന്നായിരിക്കും. ബന്ധുബലത്തിന് അത്ര പ്രസക്തിയും വ്യാപ്തിയും ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല, ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള തന്ത്രം കൂടിയാണ്. പക്ഷേ തൃച്ചംബരത്തുകാർ ആരോടും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. സുഖമല്ലേ കല്യാണി? സുഖം. കഴിഞ്ഞ തവണ ഞാൻ തൃച്ചംബരത്തേക്ക് വന്നപ്പോ എന്റെ ഉള്ളിൽ മകള് ചെയ്ത തെറ്റിന്റെ കുറ്റബോധം ഉണ്ടായിരുന്നു. ന്യായീകരണങ്ങളില്ലാത്ത ഒരു മനസ്സായിരുന്നു അന്നെനിക്ക്. അറിയാമല്ലോ, ബാലിശമായ കാരണങ്ങളാൽ ഇവിടെ നിന്നും പിണങ്ങി വീട്ടിലേക്ക് വന്ന നന്ദനെ തിരികെ ആക്കാനായിരുന്നു ആ വരവ്. ഏതൊരച്ഛന്റെയും തല കുനിഞ്ഞു പോകും അങ്ങനൊരു സിറ്റുവേഷനിൽ. എന്നാൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തല അല്പം ഉയർത്തിപ്പിടിച്ച. അന്നത്തെ കുറ്റബോധത്തിന്റെ സ്ഥാനത്ത് ഇന്ന് തികഞ്ഞ അഭിമാനമാണ്. ഇങ്ങനെ ഒരു മകൾ എനിക്ക് പിറന്നല്ലോ എന്നുള്ള അഭിമാനം.
ഒരല്പം വൈകാരികത കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കണം. ഒരച്ഛന്റെ സന്തോഷമാണ് ഞാനിപ്പോൾ പങ്കുവച്ചത്. നാരായണൻ വളർത്തി വലുതാക്കി ഞങ്ങൾക്ക് തന്ന മകളാണ് നന്ദന. മകളായേ കണ്ടിട്ടുള്ളൂ, അന്നും ഇന്നും. അത് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അവൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കണ്ടപ്പോ എന്നിലെ പച്ച മനുഷ്യനിൽ ചിലപ്പോഴൊക്കെ അസൂയയും ഉണ്ടായിട്ടുണ്ട്. അരവിന്ദ്, അങ്ങളെ, അവളുടെ ലോകം ഇപ്പോ നീയാ. നീയും ഈ തൃച്ചംബരവുമാ എന്റെ മകളുടെ എല്ലാം. എന്റെ മകള് തൃച്ചംബരത്തിന്റെ സ്വത്തോ കമ്പനിയോ ഒന്നും മോഹിച്ചിട്ടില്ല. തൃച്ചംബരത്തോളം ഇല്ലെങ്കിലും കോടികളുടെ സമ്പാദ്യമുണ്ട് ഞങ്ങൾക്കും. ആണായും പെണ്ണായും അവള് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അവൾ ആഗ്രഹിച്ചത് അവളുടെ ഭർത്താവിന്റെ പദവിയും വളർച്ചയുമാണ്. അതിനുവേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടി പാവം. ബാംഗ്ലൂരിൽ ബിസിനസ് മീറ്റിന് പോയിട്ട് അവൾ അവിടെ തങ്ങുന്നത് നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനുള്ള കുറ്റബോധം കൊണ്ടാണത്രേ. അത് മാറിയിട്ട് മടങ്ങി വന്നാൽ മതിയെന്ന് ഞാനും പറഞ്ഞു. എന്താ അവളി കാണിക്കുന്നേ? അവള് ഞങ്ങളുടെ മോളാ. ഭാഗം വച്ച പത്രം വരെ കീറിയെറിഞ്ഞ ഞങ്ങളുടെ സ്വന്തം മരുമകൾ. അവളോട് വരാൻ പറയും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിക്കാം. വേണ്ട, അവൾക്ക് അരവിന്ദിനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. അധികം വൈകാതെ അവളിങ്ങെത്തും. അത്രയ്ക്ക് ജീവനാ എന്റെ മകൾക്ക് ഇവനെ. പാവമാ മോനെ അവള്. അവളെ ഒരിക്കലും നീ സങ്കടപ്പെടുത്തരുത്. ആ കണ്ണ് നനയിക്കരുത് എന്റെ മോൻ, കളിയായിട്ട് പോലും. അങ്കിളെ, ഞാനൊരിക്കലും അത്... വാ. ഇതേതാ ഈ കുഞ്ഞ്? അരവിന്ദിന്റെ ഒരു ഫ്രണ്ടിന്റെ മകനാ. കുട്ടി എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഏയ്, ഇതെന്ത് പോക്കാ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം. ഇന്ന് വേണ്ട. നന്ദനയുടെ മടക്കയാത്ര അറിഞ്ഞിട്ട് ഞാൻ വരും. അന്ന് 2 ദിവസം നിന്നിട്ടേ പോകുന്നുള്ളൂ. എന്താ? സന്തോഷം. നന്ദന, ഞാൻ അനികുഞ്ഞെ, അയ്യേ, എന്താ ഇത്? കല്യാണി, ഞാനെന്റെ നന്ദനെ, ഞാനൊരു കൊള്ളരുതാത്തവനെ കല്യാണി. എന്താ അനികുഞ്ഞെ ഇത്? അനികുഞ്ഞ് കൊള്ളരുതാത്തവനാണെന്ന് ആരാ പറഞ്ഞേ? ഇതൊക്കെ അനികുഞ്ഞിന്റെ വെറും തോന്നലുകളാ. ഇപ്പൊ ഇതൊന്നും ആലോചിക്കാനുള്ള സമയമല്ല. ആദ്യം ആ ഭദ്രയെ കൊണ്ടുപോയി DNA ടെസ്റ്റ് ചെയ്യേ. അതിന്റെ റിസൾട്ട് ഒന്ന് വരട്ടെ.
വേഗം റെഡിയാവ്. ഓരോ മിനിറ്റും ഇപ്പൊ നമുക്ക് വളരെ വിലപ്പെട്ടതാ. അതല്ല കല്യാണി. അല്ല, ഏട്ടത്തിയാ പറയണേ. വേഗം പോവാൻ നോക്ക്. ഈശ്വര, വല്യൊന്നിനെ അറിയിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, അത് ചിലപ്പോ വലിയ പ്രശ്നമാവും. തൽക്കാലം ഇതാരും അറിയാതെ സൂക്ഷിക്കുന്നതാ നല്ലത്. അരവിന്ദ്, ഡോക്ടർ അകത്തേക്ക് വിളിക്കുന്നു. വരൂ. ഇതൊരു കഷ്ടമാണിത്. രണ്ടുപേരും അകത്തേക്ക് വരൂ. ഇരിക്കൂ. ഡോക്ടർ, റിസൾട്ട് എന്താ അരവിന്ദിന്റെ റിസൾട്ട് അറിയാൻ ഇത്ര തിടുക്കം? നോക്കൂ, നോർമലി പിതൃത്വത്തെക്കുറിച്ച് തർക്കമുള്ളപ്പോഴാണ് DNA ടെസ്റ്റ് നടത്തുന്നത്. അതും കോടതി ഉത്തരവുണ്ടെങ്കിൽ മാത്രം. മറ്റു തർക്കങ്ങളോ കേസുകളോ ഇല്ലെങ്കിലും ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഏറ്റത്. റിസ്ക് ആണ്, നിയമപരമായി തെറ്റും. ഇനി സാമ്പിൾസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കും. റിസൾട്ടിന് വെയിറ്റ് ചെയ്യണം. കുറഞ്ഞത് 2-3 ദിവസമെങ്കിലും എടുക്കും. എന്തായാലും ഇവിടെ നിന്ന് അറിയിക്കും. അപ്പോ വന്നാ മതി. ശരി ഡോക്ടർ. ആയിക്കോട്ടെ. കല്യാണി, എന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒരു റിലാക്സേഷന് വേണ്ടി ഇവിടെ വന്ന് നിന്നാ കല്യാണി. മനസ്സിനൊരു സമാധാനമില്ല. ആ ഭദ്രയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? DNA ടെസ്റ്റിന് പോണോന്ന് പറഞ്ഞപ്പോ അവള് വല്ലാണ്ട് ദേഷ്യപ്പെട്ടു. എന്നാലും ഞാൻ കൊണ്ടുപോയി. ടെസ്റ്റ് ചെയ്തോ? റിസൾട്ട് കിട്ടിയോ? ഇല്ല, DNA ടെസ്റ്റിന്റെ റിസൾട്ട് അത്ര പെട്ടെന്നൊന്നും കിട്ടില്ല. 2 ദിവസം പിടിക്കും. റിസൾട്ട് എപ്പോഴെങ്കിലും വരട്ടെ. എപ്പോ വന്നാലും സത്യം മാത്രമേ ജയിക്കൂ. അനികുഞ്ഞ് സമാധാനമായിട്ടിരിക്കെ. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ടിരിക്കെ.
വരട്ടെ, അതോടെ ആ സംശയം അങ്ങ് തീരുമല്ലോ. അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊന്നും ഈ ഭദ്രയെ ബാധിക്കുന്ന കാര്യമേ അല്ല. എനിക്ക് നീതി കിട്ടണം. അഹിംസയുടെ പാതയാണെങ്കിൽ അതങ്ങനെ, അതല്ല തുറന്ന യുദ്ധമാണെങ്കിൽ അതിനും ഞാൻ തയ്യാറാ. ഏതായാലും തൃച്ചംബരത്തിന്റെ ആകാശത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടു കഴിഞ്ഞു. ഇനിയൊരു ആർത്തിരമ്പലാണ്. അഖില, പതിപോലെ ഇന്ന് രാത്രി ഉണ്ടല്ലോ എന്തോ ടെൻഷൻ, ആലോചന. എന്താ അഖില? പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് നേരമില്ലല്ലോ കൃഷ്ണേട്ടാ നമുക്ക്. പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ആലോചിച്ച് പ്രശ്നങ്ങളാക്കും. അതാണ് അഖിലയുടെ ചില നേരത്തെ സ്വഭാവം. അതല്ല കൃഷ്ണേട്ടാ, ഞാൻ അരവിന്ദനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അരവിന്ദനെന്താ പ്രശ്നം? അവന്റെ മനസ്സിലെന്തോ അസ്വസ്ഥതയുള്ളതുപോലൊരു തോന്നൽ. ഞാൻ പിന്നീട് വിളിക്കാം. എന്താ ഉദ്ദേശം? കാരണവരോട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ കാവൽപ്പട്ടിയോട് പറയാറില്ല. ഞാൻ കാവൽപ്പട്ടി തന്നെയാ. തൃച്ചംബരത്തിന്റെ സ്വത്തും മാനവും പോകാതെ സൂക്ഷിക്കുന്ന കാവൽപ്പട്ടി. ഗുഡ്. തിരിച്ചറിവ്. ഈ കാവൽപ്പട്ടി ഒന്ന് നിർത്താതെ കുരച്ചാൽ കാരണം അന്വേഷിക്കുന്ന യജമാനന്മാരാ തൃച്ചംബരത്തേത്. ചോദിച്ചാൽ കാരണം പറയേണ്ടി വരും എനിക്ക്. കുറച്ചു മുമ്പ് അനിയും കുഞ്ഞും നീയും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്താ അത് ഞാൻ അഖില മാഡത്തിനെ അറിയിക്കണം? തൃച്ചംബരത്തെ വളർത്ത നായ്ക്ക് നന്ദി അല്പം കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഞാനും അരവിന്ദും തമ്മിലുള്ള പ്രശ്നമാണ്. ഞങ്ങളത് പരിഹരിച്ചോളാം. അതിനിടയിൽ വലിയ ആള് കളിക്കാൻ വന്ന വിശ്വസ്തനാണെന്നൊന്നും നോക്കില്ല, തീർത്തു കളയും ഞാൻ. കുഞ്ഞേ, ഈ പ്രായത്തിലുള്ള ഒരു മകളുണ്ട് എനിക്ക്. അതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. മാനം വെച്ചുള്ള കളി പെണ്ണിന് നല്ലതല്ല, ആപത്താ. ഇന്ന് ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കണം. ഈ തൃച്ചംബരത്തിന്റെ മാനത്തിനൊരു പോറൽ പോലും വരാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ രാവ് വെളുക്കുമ്പോ കുഞ്ഞിനെ എടുത്തോണ്ട് സ്ഥലം വിടാൻ നോക്ക്. നിൽക്ക്. തൃച്ചംബരത്തെ ദാസിന് യജമാനന്റെ ശബ്ദം. ഈ ശബ്ദം ഈ പദവിക്കും പ്രായത്തിനും നന്നല്ല. മകളുടെ പ്രായത്തിലുള്ള ഒരുവളുടെ ഉപദേശമായിട്ട് കരുതിയാ മതി. പിന്നെ ഞങ്ങള് സംസാരിച്ചതെല്ലാം കേട്ടു എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ എന്റെ കുട്ടിയുടെ അച്ഛൻ തൃച്ചംബരത്തെ അരവിന്ദ് കൃഷ്ണനാണെന്ന് തെളിയിച്ചിട്ടേ ഞാൻ മടങ്ങൂ. അതിനെതിരെ ദാസന്റെ വിശ്വാസ്യതയാണ് കാവൽ നായയുടെ കടമയാണെന്നൊക്കെ പറഞ്ഞു വന്നാൽ പേ പിടിച്ച പൊട്ടിയ ചങ്ങലക്കിടാറില്ല, തല്ലിക്കൊല്ലാറാണ് പതിവ്. ഇനി മേലാൽ ഈ ഭദ്രയുടെ മുൻപിൽ ഇങ്ങനെ വന്ന് കുറുകെ നിന്നേക്കരുത്.